മദ്യനയ വിഷയത്തിൽ കൂടി ഇന്ന് സഭയിൽ ചർച്ച നടന്നു. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് ഒരു നിലപാടും അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വ്യക്തമാക്കി. മദ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പ് ഒരു യോഗവും വിളിച്ചിട്ടില്ല. ടൂറിസം ഡയറക്ടർ വിളിച്ചത് പതിവ് യോഗമാണ്. അത് ടൂറിസം മന്ത്രി അറിഞ്ഞിട്ടല്ല എന്നും അദ്ദേഹം പറയുന്നു. തെറ്റായ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞതാണ്, ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുക. രണ്ടാമത്തത്, ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി നിർദ്ദേശിച്ചതിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗമല്ല, ടൂറിസം വകുപ്പ് മന്ത്രിക്ക് അറിയാത്ത യോഗവുമാണ് എന്നുള്ളത് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ പത്രക്കുറിപ്പ് ഒന്നുകൂടി വായിക്കാം. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല ടൂറിസം യോഗവും, മദ്യനയവുമായി ബന്ധമില്ല. ടൂറിസം ഡയറക്ടർ കേരള ടൂറിസം ഡയറക്ടർ ഇൻഡസ്ട്രി കണക്റ്റിന്റെ ഭാഗമായി നടത്തിയ യോഗത്തിനെ കുറിച്ച് പരക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി. ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും സർക്കാരിലേക്ക് നൽകിയിട്ടില്ല. ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ എന്ന നിലയിൽ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ കൂടുന്ന പതിവുണ്ട്. അത്തരം യോഗങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുകയാണ് പതിവ്. അപ്രകാരം ഒരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് മാത്രമാണ് 21/5/2024 കൂടിയിട്ടുള്ളത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളുമായോ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളുമായോ ടൂറിസം ഡയറക്ടറേറ്റിന് യാതൊരുവിധ ബന്ധവുമില്ലെന്നും ടൂറിസം ഡയറക്ടർ അറിയിച്ചു. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ടൂറിസം ഡയറക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും, പല നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ആ ശ്രമം നടത്തുന്നവരെ ഒന്നും ഞാൻ തെറ്റു പറയില്ല. പക്ഷെ ആ ഫ്രെയിമിൽ പെടാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. തൽക്കാലം ഞാൻ ആ ഫ്രെയിമിൽ പെട്ടുന്ന നിലയിലേക്ക് ഒരു കർമ്മവും നടത്തില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. ഇതാണ് മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പക്ഷേ പ്രതിപക്ഷം അടങ്ങുന്നില്ല. വിജിലൻസ് അന്വേഷണത്തിന് ധൈര്യമുണ്ടോ എന്നതാണ് റോജി എം ജോൺ പ്രതിപക്ഷത്ത് നിന്നും വെല്ലുവിളിച്ചത്. ഈ ആരോപണങ്ങൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കാൻ സാധിക്കില്ല ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണം നടത്തുവാനായിട്ട് ടൂറിസം വകുപ്പ് ആവശ്യപ്പെടുമോ? ഇതാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ നടന്ന ചർച്ച. മന്ത്രിയുടെ മറുപടി, ഒപ്പം പ്രതിപക്ഷത്തിന്റെ നീക്കം നമ്മൾ കണ്ടു. ഒപ്പം അടിയന്തര പ്രമേയം സഭ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളുണ്ട്, മറുപടികളുണ്ട്. മടങ്ങി വരാം.